ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് ഇപ്പം നമ്മുടെ സമുദ്ര മത്സ്യമേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെതായ ഗൗരവത്തിൽ കേരള സർക്കാർ ആദ്യം മുതൽക്കേ അതിന്റെ ഗൗരവത്തിൽ കണക്കിലെടുത്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. രേഖാമൂലം തന്നെ നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഈ കപ്പൽ അപകടത്തെ വളരെ ലഘൂകരിക്കാനും ഇതിന്റെ ഉടമകള് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അദാനി പോർട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്, അതുകൊണ്ട് അവർക്കെതിരെ ഇപ്പം ഉടനെ നിയമ നടപടിയൊന്നും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പരസ്യമായി രേഖാമൂലം പ്രസ്താവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണത്. സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾക്ക് ശേഷമാണ് കേരള ചീഫ് സെക്രട്ടറി അങ്ങനെ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ പ്രതികരിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ വളരെ ഗൗരവമായിട്ട് ഇപ്പോഴും കണക്കിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇപ്പം ഇത് വളരെ നിയമപരമായും ശാസ്ത്രീയമായും പരിസ്ഥിതിപരമായും ഒക്കെയുള്ള നിരവധി ഇടപെടലുകൾ നടത്തേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെയോ ഇത്തരത്തിലുള്ള കപ്പൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള തീപിടുത്തം, കെമിക്കൽസ്, കടലിൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നത്, ഇത്തരം പ്രശ്നങ്ങളിൽ ഏത് രീതിയിൽ ഇടപെടണമെന്നുള്ള ഒരു പ്രോട്ടോകോൾ പോലും നമ്മുടെ രാജ്യത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനുമില്ല. നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇടപെടാൻ ആരാണ് ഇടപെടേണ്ടത്, അല്ലെങ്കിൽ ആരാണ് അത് ഉടനെ പോയി പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അത് എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്നതിനെ സംബന്ധിച്ചൊന്നും യാതൊരു കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ നമുക്കില്ല, നമ്മുടെ സംസ്ഥാനത്തിനില്ല. ഇപ്പൊ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പഠനം പോലും ആര് നടത്തണമെന്ന് നിശ്ചയിക്കുന്നത്, അവർ കടലിലേക്ക് പോകുന്നത് തന്നെ. ഇപ്പൊ നമ്മുടെ ഈ ഉദാഹരണത്തിന് ഈ കേരളത്തിന്റെ കടലിലെ എൽസ കപ്പലിന്റെ അപകടം ഉണ്ടായ ശേഷം അതിന്റെ പ്ലാസ്റ്റിക് നോഡിൽസും മറ്റുമൊക്കെ അതിപ്പോ ശ്രീലങ്കയിലെ മാന്നാർ തീരത്ത് വരെ എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് ഇവിടെ ഇപ്പൊ പഠനം നടത്താൻ തുടങ്ങുന്നത് തന്നെ. അപ്പൊ ഇപ്പോഴും മാസം കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും നമ്മുടെ തിരുവനന്തപുരത്ത്, കന്യാകുമാരി തീരങ്ങളിലും ഒക്കെ ഈ പ്ലാസ്റ്റിക്കിന്റെ മാലിന്യങ്ങൾ ഇപ്പോഴും അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ ഉടനടി എന്ത് നടപടി സ്വീകരിക്കണമെന്നോ, ഇപ്പൊ ഉദാഹരണത്തിന് ഇത് ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ശ്രീലങ്കയിലെ 4 വർഷം മുമ്പ് 2021 മെയ് മാസം 26 അവിടെ ഒരു MV എക്സ്പ്രസ് പേൾ എന്ന് പറയുന്ന ഒരു കപ്പല് ഇതുപോലെ 13 ദിവസം കടലിൽ നിന്ന് കത്തി അതിന്റെ മാലിന്യങ്ങൾ ആ രാജ്യത്തിന്റെ കടൽ തീരത്തൊക്കെ അടിഞ്ഞ് കൂടിയിട്ട് അവര് ഉടനെ ചെയ്തത് ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യാനുണ്ടായത്. മാസങ്ങളോളം ജയിലുകളിൽ കിടന്നു അദ്ദേഹം. പക്ഷെ എന്നിട്ട് പോലും ഈ വലിയ കപ്പൽ കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികൾ ഇതൊന്നും അവരുടെ ജീവനക്കാർക്ക് എന്ത് സംഭവിക്കുന്നുള്ളതല്ല അവരുടെ പ്രശ്നം. അപ്പൊ അവിടെ ആ ശ്രീലങ്കൻ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ അന്ന് $6.4 ബില്യൺ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കണക്കാക്കിയാണ് സൂട്ട് ഫയൽ ചെയ്തത്. എന്നിട്ട് ഇന്ന് വരെ ആ സൂട്ട് ഫയൽ ചെയ്തെങ്കിലും അതിന്മേൽ അവർക്ക് പോലും അതിന്റെ 0.1% മാത്രമേ കമ്പനിയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ആ കേസ് തുടരുകയാണ് അവിടെ. ഇവിടെ നമ്മൾ കേസ് പോലെ എടുക്കത്തില്ലെന്നാണ് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ആദ്യമേ ക്രിമിനൽ കേസ് എടുക്കില്ല. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ഇവരുമായിട്ടുള്ള ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഈ ദുരന്തം സംഭവിച്ചതിനുള്ള ക്ലീനപ്പിനും മറ്റുമായിട്ടുള്ള ഒരു ഫണ്ട് ആദ്യം കെട്ടിവെച്ചിട്ട് അവരുമായിട്ടുള്ള ചർച്ച പോലും ആരംഭിക്കാവും. ഇതിവിടെ അതിനു മുമ്പ് തന്നെ അവരെ നമ്മൾ വെള്ളപൂശി കഴിഞ്ഞു. ഈ രീതിയിലുള്ള ഒരു സമീപനമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പരിസ്ഥിതി ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ആയിരിക്കില്ല, ഇനിയുള്ള കാലങ്ങൾ. ഇപ്പൊ ഈ ഡോൾഫിൻ ചത്തുപൊങ്ങിയതൊക്കെ തന്നെ ഇതിന്റെ ഒരു ദുരന്തങ്ങളുടെ ഒരു സൂചനയാണ്, വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ സൂചനയാണ്. ഇത് കേരളത്തിന്റെയും തമിഴ്നാട്ടിലെയും ശ്രീലങ്കയിലെയും പോലും മത്സ്യമേഖലയില് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന വളരെ വലിയ ദുരന്തമാണ് ഇത്. ഏത് രീതിയിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ മനുഷ്യർ നേരിടേണ്ടി വരുമെന്നുള്ളത് ഇനി നമ്മൾ കാണാനിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമീപിക്കേണ്ടത്,
അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തമായ പ്രോട്ടോകോൾ ഉടനടി നടപ്പിലാക്കിയില്ല എങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള നമ്മൾ ഇനിയും ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ദുരന്തങ്ങൾ നേരിടാൻ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ഇതിപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ തുടർ നടപടികളൊക്കെ ഇത്രത്തോളം വൈകുന്നത്? ഇതിൻ്റെ ഒരു അനുഭവം നമുക്ക് ഇല്ലാത്തതോ അല്ലെങ്കിൽ കുറവായതുകൊണ്ടോ ആകുമോ? അതിൻ്റെ ഒരു അറിവില്ലായ്മ തന്നെയാണ് ഈ തുടർ നടപടികളിലേക്ക് പോകുന്നതിലും ഒരു വീഴ്ച സംഭവിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിലുള്ള ഈ വീഴ്ചകളിലെല്ലാം അവരാണിതെല്ലാം അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും അവരുടെയൊക്കെ ഒരു ആശങ്ക വിട്ടുമാറാതിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു കാലതാമസം വരുന്നത് എന്തുകൊണ്ടായിരിക്കും താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ? ഇത് കാലതാമസം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ. ഇത് നമുക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെക്കാൾ അല്ലെങ്കിൽ ഇത് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, നമ്മുടെ മാധ്യമങ്ങൾ പോലും കൊട്ടിഘോഷിക്കുന്നത്, ഇവിടെ ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മളിവിടെ വലിയ കപ്പലുകൾ വന്നെടുക്കുന്നതാണല്ലോ ഏറ്റവും വലിയ വികസനമായി നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അങ്ങനെ കപ്പലുകൾ കൊണ്ടുവരുന്നതാണ് വികസനം. അതിന് അതുമൂലം അങ്ങനെ വരുന്നത് മൂലം കടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ അതിനെ അവഗണിക്കണം. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അല്ലാതെ ഇങ്ങനെ ഒരു തുറമുഖങ്ങളും കപ്പലുകളും ഒക്കെ ഇവിടെ കൂടുതലായി വരുന്നതിനനുസരിച്ച് അതുകൊണ്ടുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ നേരിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാകാത്തത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. ഇത്തരത്തിലുള്ള പ്രോട്ടോകോളൊക്കെ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ കപ്പൽ കമ്പനികൾക്കറിയാം ഇവിടെ വന്നാൽ പ്രശ്നമാണ്, ഇതിലൂടെ സഞ്ചരിച്ചാൽ അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ നമ്മൾ വലിയ കനത്ത വില നൽകേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാതിരിക്കാനാണ് അവരാഗ്രഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വലിയ MSC പോലുള്ള കോർപ്പറേറ്റുകൾ, അദാനി പോലെയുള്ള വലിയ കോർപ്പറേറ്റുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് വശംവദരായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇതിനെ ഇത്ര ലാഘവത്തോടുകൂടി നമ്മുടെ ഗവൺമെന്റ് സമീപിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.